നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അവനെ കണ്ടുപിടിക്കാനുള്ള മാർഗം നോക്കിക്കോളൂ. നമ്മളെല്ലാം അങ്ങ് വിഡ്ഢികളാക്കിയിട്ട് അവൻ തലയുയർത്തി നടക്കരുത്. ഓക്കെ മാഡം. എങ്കില് ഈ കല്യാണ ഒരുക്കങ്ങളൊന്നും നിങ്ങൾ കാര്യമായിട്ടെടുക്കണ്ട. ഇത് നടക്കാൻ പോണില്ല, ഒരിക്കൽ നടക്കില്ല. നാളുകൾ തമ്മിൽ പൊരുത്തം നോക്കി വിവാഹം കഴിക്കുന്നതിനേക്കാൾ നല്ലതേ മനസ്സുകൾ തമ്മിലുള്ള പൊരുത്തമാ. ആ പൊരുത്തേ ഇവർക്കുണ്ട്. ശാരദമ്മ ധൈര്യമായിട്ട് വീട്ടിൽ പോക്കോ. ഇപ്പോ ഈ കൺമുന്നിൽ നടന്നുകൂടെ ആയപ്പോ ഞാനത് ഉറപ്പിച്ചു, ഈ വിവാഹം നടക്കില്ല, ഒരിക്കൽ നടക്കില്ല. ആ ഉറപ്പാ. എന്നാ ഞാൻ ആ ഓളെ ഹലോ മാഡം. അനു, ഇവിടെ ഇപ്പൊ കല്യാണ ലെറ്റർ രണ്ടാമത് പ്രിന്റ് ചെയ്യാനുള്ള ഓർഡർ കൊടുത്തിരിക്കുക. അതെന്ന് പറ്റി മാഡം? സത്യസന്ധമായ കാര്യത്തിനല്ലേ, ദൈവമാണെങ്കിലും കൂട്ടുനിൽക്കും. കല്യാണ ലെറ്റർ ഭഗവാന് മുന്നിൽ പൂജിക്കുന്നതിനിടയിൽ കത്തിപ്പോയി. ഇതിപ്പോ സത്യമാ വിചാരിക്കുന്ന പോലെയാണല്ലോ മാഡം കാര്യങ്ങൾ പോകുന്നത്. ഇതിപ്പോ തടയാനൊരു മാർഗവും ഇല്ലേ? മാർഗങ്ങളെല്ലാം അടഞ്ഞില്ലേ അനു? ജയശങ്കർ ആയിരുന്നു അവസാന പ്രതീക്ഷ. ഞാനും ചിന്തിക്കുന്നത് അത് തന്നെയാ. കാർത്തികയെ കണ്ടിട്ട് താൻ അന്വേഷിക്കുന്ന പെൺകുട്ടി ഇതല്ലെന്ന് അവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ ആരോ ഒരാള് പ്രവർത്തിച്ചിട്ടുണ്ട് മാഡം. ഇല്ലെങ്കിൽ ഇങ്ങനൊരു മലക്കമറിയൽ ജയശങ്കറിൽ നിന്നും ഉണ്ടാവില്ല. അതെ, സത്യം എന്താണെന്ന് അറിയണമെങ്കിൽ ജയശങ്കറിനെ പൊക്കിയേ പറ്റൂ. അതങ്ങനെ ചെറിയ രീതിയിൽ പൊക്കിയാ പറ്റില്ല. അവൻ ജീവിതത്തിൽ ഇന്ന് വരെ ഞെട്ടാത്ത രീതിയിൽ ഞെട്ടിച്ചുകൊണ്ട് വേണം പൊക്കാൻ. മാഡം ആളിവിടെ വിട്ട് പോയിട്ടൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, അവനിവിടെ ആരൊക്കെ സഹായിക്കുന്നുണ്ട്. എങ്കിലതാര്? മൊഴി മാറ്റിയതിന് പിന്നിലുള്ള കാരണം അതവനിൽ നിന്ന് തന്നെ അറിയണം. അറിയാം മാഡം. അവൻ ഫ്രോഡ് തരം കാണിച്ചപ്പോഴേ അവൻ നമ്മുടെ നോട്ടപ്പുള്ളി ലിസ്റ്റ് കേറിയില്ല മാഡം. ഇപ്പൊ അവൻ പെരുന്തറ ഭാഗത്തുണ്ട്. അവിടെ എന്തൊരു കണക്ഷൻ ഉണ്ട് അയാൾക്ക്. എങ്കിൽ പിന്നെ വൈകിക്കണ്ടാനോ, അവനെ കണ്ടുപിടിക്കാനുള്ള മാർഗം നോക്കിക്കോളൂ. നമ്മളെല്ലാം അങ്ങ് വിഡ്ഢികളാക്കിയിട്ട് അവൻ തലയുയർത്തി നടക്കരുത്. ഓക്കെ മാഡം. എന്നെ അന്വേഷിച്ചു പറഞ്ഞു. എന്നെ മനസ്സിലായോ? അയ്യോ,
അതെന്ത് വർത്താനാ പറയുന്നത്? ശാലിനി മാഡത്തെയും കൂടെയുള്ളവരെയൊക്കെ ഞങ്ങൾക്ക് ഈ ജന്മത്ത് മറക്കാൻ പറ്റുമോ? അത്രയ്ക്ക് വലിയ ഉപകാരമല്ലേ ഞങ്ങൾക്ക് ചെയ്തു തന്നത്. ചെയ്തു തന്ന ഉപകാരങ്ങൾക്ക് എന്ന് നന്ദി കാണിക്കുന്നവരാണ് പെരുന്തുറക്കാരെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അത് പക്ഷെ നേരത്തെയാ, ഇപ്പൊ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അയ്യോ, ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാ. അതിനൊരു അല്പം കൂടുതൽ വന്നിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. എല്ലാരും പാവങ്ങളാ. കഴിക്കുന്ന ചോറിനെയും അത് തരുന്ന കടലിനോടും കൂറുള്ളവർ. ആ കൂറ് ഞങ്ങളോട് സ്നേഹം കാണിക്കുന്നവരുടെ അടുത്തും കാണിക്കും. പക്ഷെ നെറുകേട് കാണിച്ചാ അത് പെറ്റമ്മയാണെങ്കിലും നെറുകേടാണെന്ന് മുഖത്തോക്കി പറയുകയും ചെയ്യും. എന്നാ പിന്നെ ശാലിനി മാഡത്തോട് ഒരുത്തൻ നെറുകേട് കാണിച്ചാലോ? എന്നിട്ട് അവൻ തല ഉയർത്തി അഹങ്കാരത്തോടെ നിങ്ങളുടെ ഈ പെരുന്തറ കടപ്പുറത്ത് കൂടി നടക്കുന്നുണ്ടെങ്കിലോ? ഒറ്റ നടപ്പേ അവൻ നടക്കൂ. അടുത്ത നടപ്പ് വയ്ക്കാൻ അവന്റെ മുട്ടിന് താഴെ കാലുണ്ടാവില്ല. പറ, ആരാ ഞങ്ങളുടെ മാഡത്തിനെ ദ്രോഹിച്ചത്? അവനെ കാണിച്ചെന്നാ മാത്രം മതി, ബാക്കി പണി ഞങ്ങൾ എടുത്തോളാം. അത് തന്നെയാ ഞങ്ങളുടെയും പ്രശ്നം. അവൻ ഈ ഭാഗത്ത് എവിടേക്കോ ഉണ്ട്, പക്ഷേ മുന്നിലേക്ക് വന്ന് ചാടുന്നില്ല. ഈ ഭാഗത്തുണ്ടെങ്കിൽ എവിടെയാണെങ്കിലും ഞങ്ങൾ അവനെ ഓടിച്ച് മുന്നിൽ കൊണ്ട് ചാടിച്ചോളാം. ഇനി ഒരു തരത്തിലും മാഡത്തിന് ശല്യമാകാത്ത തരത്തില് ചെറിയ ഒരു മൂക്ക് കയറ്. അതിലവൻ ഒതുങ്ങിയില്ലെങ്കിൽ ആ കയറ് അവന്റെ കഴുത്തിലോട്ട് അങ്ങ് തൂക്കാം. വലിയൊരു ഉപകാരമാ ശാലിനി മാഡം ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തന്നത്. അതിനൊരു പ്രത്യുപകാരം ചെയ്യാൻ കിട്ടിയ അവസരമാ. വിക്ടർ അത് പാഴാക്കില്ല കേട്ടാ. അവനെ കണ്ടാ തിരിച്ചറിയാൻ പറ്റുന്ന അവന്റെ മോന്തയുടെ പടം വല്ലതുണ്ടോ കയ്യില്? ഉണ്ടെങ്കിൽ ഒന്ന് കാണിച്ചു തന്നാ മതി. ഈ പെരുന്തുറയിലില്ലെങ്കിൽ അന്റാർട്ടിക്ക പോയിട്ടാണെങ്കിലും ഞങ്ങൾ അവനെ പൊക്കും. പിന്നെ അവനോട് എന്തൊക്കെയാ ചോദിക്കേണ്ടതെന്ന് കൂടി ഒന്ന് പറഞ്ഞേക്കണം. എനിക്ക് വാ കൊണ്ടുള്ള സംസാരമൊക്കെ അല്പം കുറവാ, അതുകൊണ്ടാ. എത്രയായി? 50. ഈശ്വര, ആ മനുഷ്യനോട് ഞാൻ എന്ത് പറയും? ഒരു മനസ്സമാധാനവും ഇല്ലല്ലോ. ശാരദേ, മക്കളുടെ വിശേഷമൊന്നും പറഞ്ഞില്ല. ഇതെന്താ ശാരദേ, സത്യഭാമയുടെ വീട്ടിൽ പെൺമക്കളുടെ വിശേഷം അന്വേഷിക്കാൻ ചെന്നപ്പോ അവര് നിന്റെ നാവങ്ങ് വലിച്ചൂരിയെടുത്തോ? ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.